യേശു വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും യേശുവിൻ്റെ അടുക്കൽ വരുവിൻ. യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശുവിൻ്റെ അടുക്കൽ നിന്നല്ലാതെ ആശ്വാസവും സമാധാനവും ഉണ്ടാകയില്ല. മത്തായി 11:28-29. യേശു സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ യേശുവിൻ്റെ നുകം ഏറ്റുകൊണ്ട് യേശുവിനോട് പഠിപ്പിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നിങ്ങൾ യേശുവിനെ വിട്ട് അലഞ്ഞ് നടക്കുന്നു, ഇടയനില്ലാത്ത ആടുകളെ പോലെ. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. യോഹന്നാൻ 5:40. ഇന്ന് ലോകത്തിൽ മനുഷ്യർക്ക് സമാധാനം ഇല്ല. സമാധാനം ലഭിക്കുന്ന സ്ഥലങ്ങൾ തേടി അലയുന്നു. യോഹന്നാൻ 14:27. സമാധാനം യേശു നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശുവിൻ്റെ സമാധാനം യേശു നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല യേശു നിങ്ങൾക്ക് തരുന്നത്. യേശു നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത്. ലൂക്കോസ് 5:32. നിന്റെ ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കാരണം പാപമാണ്. സങ്കീർത്തനം 32:1. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവകൽപ്പന ലംഘനമാണ് പാപം. ഒരു മനുഷ്യർ ചെയ്യുന്ന പാപപ്രവൃത്തികൾക്ക് മനുഷ്യൻ അനുഷ്ഠിക്കുന്ന ഒരു യാഗങ്ങൾക്കും പരിഹാരവും ഇല്ല. എബ്രായർ 10:4. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. യെരുശലേമിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചു. മത്തായി 1:21. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം. യേശുവിനെ പോലെ ആരും ജനിച്ചിട്ടില്ല, യേശുവിനെ പോലെ ആരും ജീവിച്ചിട്ടില്ല, യേശുവിനെ പോലെ ആരും മരിച്ചിട്ടില്ല, യേശുവിനെ പോലെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടും ഇല്ല. യിരെമ്യാവ് 33:3. യേശുവിനെ വിളിച്ചപേക്ഷിക്ക, യേശു നിനക്ക് ഉത്തരം അരുളും. യേശുവേ, എന്നെ സഹായിക്കണമേ എന്ന് ഹൃദയവേദനയോടെ വിളിച്ചാൽ നിന്റെ അടുക്കൽ യേശു കടന്നു വരും. വെളിപ്പാട് പുസ്തകം 3:20. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും യേശുവിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ യേശു അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ യേശുവിനോട് കൂടെ അത്താഴം കഴിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.